ജമന്തി ജമന്തി ഇന്നോട് വന്നേ. സ്ക്രൂ ഡ്രൈവർ ഒക്കെ എവിടെയാ വരുന്നുണ്ടോ? അതെ ആ സ്ക്രൂ ഡ്രൈവറും മറ്റേ ഇതൊക്കെ എന്ത് പ്ലെയറൊക്കെ അത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അവിടെ ഉണ്ടെങ്കിൽ എടുത്തതാ. ഇവിടെ ഇല്ലല്ലോ. ഇവിടെ ഇല്ല. അതെവിടെയാണ്? എവിടെയാ? ഏട്ടനല്ലേ വെച്ചേ? ഞാനല്ല വെച്ചത്, നീയല്ല ഇന്നലെ വെച്ചത്. പിന്നെ ഇന്നലെ വന്നപ്പോ തന്നെ ചായ വേണമെന്ന് പറഞ്ഞ എന്നെ അടുക്കളയിലേക്ക് ഓടിച്ചിട്ട് ഓർമ്മയില്ലേ? ഞാൻ തലക്കൊന്നും തരും കേട്ടാ. ഇന്നലെ വന്ന സമയത്ത് നീയല്ലേ ഈ സാധനം അതൊക്കെ പാടെ വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചത്. അത് എവിടെയാണ്? അല്ല, ഇന്നലെ ഏട്ടനാണ് വെച്ചത്. ആ സാധനം എവിടെ പോയി എടുത്തോണ്ട് വന്നു? നീ കളിക്കാന്നല്ലേ? എന്റെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് ചോദിക്കുന്ന കേട്ടോ. ഞാൻ മാറങ്ങോട്ട് നോക്കട്ടെ എന്താ അതിന്റെ അടിയില്. അവിടെ പോയിട്ടുണ്ടോ നോക്കിയത്? നിനക്ക് എന്തടി ഒരു സാധനം വെച്ചെടുത്ത് ഓർമ്മയില്ലാത്തത്? ഇത് എവിടെ വെച്ചെന്ന് ബോധം തലയിൽ ഇത് വരാത്ത എന്താ നിനക്ക്? ഞാനാണെങ്കിൽ എപ്പോഴും ദേ ഇവിടെ വെക്കാറുള്ളൂ. എന്നത് എടുത്തതാണ്. ഇവിടെ ഇല്ല, അതുകൊണ്ട് ഏട്ടൻ തന്നെ വെച്ചേക്കണേ. നീ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഇട്ട് പോന്നിട്ടുണ്ടാവും. മര്യാദക്ക് അത് നോക്കി എടുത്തോ നീ. പിന്നെ എനിക്ക് നിങ്ങളുടെ പ്ലെയർ എന്തിനാ? പോസ്റ്റിന്റെ മോളിൽ കയറാൻ പോവല്ലേ ഞാനിനി? അതെ, നിന്റെ ഈ വായിലുനാവുണ്ടല്ലോ, ഇതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഈ ഒരു സാധനം കാണാനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയോ നോക്കാനെന്താ നിനക്ക് തോന്നാത്തത്? അതിന് വരാൻ ബാധിക്കാൻ നിൽക്കണെന്തിനാ നീ? ഈ സമയത്ത് ഇന്നൊരു ദിവസം അതില്ലാതെ പോ, ഞാൻ വരുമ്പോ എടുത്തു തരാന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ എന്റെ സൗകര്യം പോലെ നോക്കിക്കോളാം കേട്ടാ. ഇന്നലെ ആധാർ കാർഡും പാൻ കാർഡും കൂടെ ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പാൻ കാർഡ് എവിടെ ഇപ്പോ? എനിക്കറിയില്ല. എന്താ നിനക്ക് അറിയാത്തത്? ഏട്ടനാ വെച്ചത്. നിന്നോട് വല്ലതും പറയാൻ നിന്ന് കഴിഞ്ഞാലേ ചെകിടത്തിന് കൈയെടുക്കില്ല. എന്നെ കൊണ്ടതിന് പറ്റാത്തോണ്ടാണ്. അമ്മ ഉള്ള സമയത്ത് ഒരു കുഴപ്പമുണ്ടായിരുന്നല്ലോ. ഇപ്പൊ 2 ദിവസം ഇവിടെ അമ്മ മാറി നിന്നു, അന്നേരം മൊത്തം എന്താളും തെറ്റിച്ച്. നിനക്ക് ഇതിനൊന്നും പറ്റില്ലെങ്കിൽ നീ നിന്റെ പാട്ടിന് ഒക്കടി. കഷ്ടപ്പാട് തന്നെ, ഒരു കാര്യമില്ല. സമാധാനം തരാൻ സംഭവമില്ല. കടന്ന് പോവാന്നല്ലോ. എന്താണ്? ആ ഇതിപ്പോ എവിടുന്നേ? ഇതിപ്പോ എങ്ങനെ നിനക്ക് ഓർമ്മ വന്നത്? ഞാനല്ല വെച്ചത്. പിന്നെ ഞാനാ കൊണ്ടുവച്ചത്. എന്നാ പാൻ കാർഡ് എവിടെ? അറിയില്ല. അതെന്താ നിനക്ക് അറിയില്ലെന്ന്? എവിടെയാണ് ഈ പാൻ കാർഡ്? ഞാനിന്ന് ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്ക് ആ പാൻ കാർഡ് എവിടെയെന്നുള്ളത് നീ കണ്ടുപിടിച്ചോ? ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം നീ മനസ്സിലാകും. ഇരുന്ന് മോങ്ങിട്ട് കാര്യമില്ല. എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ കഴിഞ്ഞോളൂ. ഓ ശ്രീധരം, എന്താ പറ്റിയേ? എന്തിനൊക്കെ അറിയണേന്ന് ഇങ്ങൊന്നേ. ജമന്തി ഇങ്ങ് വരാമ്പോ ഒരു കൊച്ച കാര്യം പറയാന്ന്. ഇവിടെ ഞാൻ ചുമ്മാ ഇരുന്ന് അങ്ങ് കരയാണോ? അതങ്ങനെ ഒരു കരച്ചില്. എന്തിനാണ് കരയണേ? നേരം എടുത്ത് ഇത്ര സമയല്ലേ ഉള്ളൂ. എന്താ പറ്റിയേ? സ്ക്രൂ ഡ്രൈവർ കാണാനില്ല. അതിനായിരുന്നു ഈ മോങ്ങണേ സ്ക്രൂ ഡ്രൈവറിന് വേണ്ടിയിട്ട്. പാൻ കാർഡും കാണാനില്ല. പാൻ കാർഡും കാണാനില്ല. അതിനത് രണ്ടും കൂടി ഒരുമിച്ച് കാണാതായത്. എനിക്ക് അറിഞ്ഞൂടാ. ഏട്ടനെ കണ്ടുകൊണ്ട് വെച്ചേക്കോ, എന്നിട്ട് ചുമ്മാ എന്നോട് ചൂടാവുക. അപ്പോഴോ ഞാൻ എന്നിട്ട് നോക്കിയെടുത്ത് കൊടുത്തുന്നേ. ഏട്ടൻ വെച്ചതായിരുന്നു അവിടെ. പിന്നെ പ്രശ്നം തീർന്നില്ലേ? ഇനി നീ ഇരുന്ന് കരയണ എന്തിനാന്ന്? കണ്ണോടച്ചേ ചുമ്മാ എന്നോട് ചൂടാവുക. ഞാൻ എന്ത് ചെയ്തിട്ടാ? ഏട്ടനല്ല അവിടെ ഇവിടെ കൊണ്ട് വെക്കണേ. അപ്പൊ അവനൊരു സാധനം കാണാതായിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് ചോദിക്കാൻ പാടില്ല. ചോദിച്ചോട്ടെ, അതിന് എന്നോട് ദേഷ്യം പറഞ്ഞ എന്തിനാ? നിന്റെ ഇങ്ങനെയുള്ള വർത്താനല്ലേ എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? ഞാൻ എന്നിട്ട് മനപ്പൂർവ്വം ഒളിച്ചു വെച്ച പോലെയാ പറയണേ. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് 2 കാര്യമായിട്ട് ഇങ്ങോട്ട് പറയും. അപ്പൊ അവന് ദേഷ്യം വരും. അതിനിരുന്ന് മോങ്ങുക വേണ്ടത്. നീ കണ്ണ് തുടക്കി ജമന്തി. വഴക്ക് പറഞ്ഞെങ്കിൽ തന്നെ കനകനല്ലേ, അതിന് ഇങ്ങനെ ഇരുന്ന് കരയണ എന്തിനാ? അങ്ങനെയൊന്നുമല്ല, ചുമ്മാ എന്നെ കുറ്റപ്പെടുത്തുക എപ്പോഴും എപ്പോഴും എപ്പോഴും.
ഇതൊക്കെ ഏട്ടൻ ചെയ്തതല്ലേ, എന്നിട്ട് എന്തിനാ വെറുതെ എന്റെ തലയിൽ കയറാൻ തന്നെ? എടി വേറെ ആരെങ്കിലും നിന്നോടല്ലേ അവൻ പറയണ? അവൻ എന്റെ അടുത്ത് വന്നിട്ട് എന്റെ മേത്ത് കുതിരാറാൻ പറ്റുമോ? എപ്പോഴും ആവുമ്പോ എനിക്ക് പറ്റൂല. നീ പറ്റൂലെങ്കിൽ നീ പോ. ഏട്ടനും പറഞ്ഞു എന്നോട് പൊക്കോളാൻ. ശരി പൊക്കോളം പറഞ്ഞ ഉടനെ പോവാൻ വേണ്ടിട്ടാണോ പറയണേ? ജമന്തി, ചേച്ചി പറഞ്ഞത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അതും കൂടെ പറങ്ങോട്. വീടും കുടുംബവും ഒക്കെ ആവുമ്പോൾ തമ്മിത്തല്ലും വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാവും. അത് അതിൻ്റെ മാതിരിക്ക് നമ്മൾ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങ് തീരുമല്ലാതെ ലോകത്ത് ആദ്യമായിട്ട് ഇവിടെ ഒന്നും അല്ലേ വഴക്കുണ്ടാവണത്. നാളെ തന്നെ ക്ലീറ്റോന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ആ മനുഷ്യന് ചീറാപ്പ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ തക്കളിമോള് സ്കൂളിൽ പോകാൻ റെഡിയായി നിൽക്കുക. ഇതെങ്ങനെ അഴുക്ക് പറ്റിയത്? ഓ തങ്കം, എന്തോ എങ്ങനെയാണ് ഇത് പറ്റിയത്? എന്താ എന്താ ഇത്? കണ്ടോ നീ? നോക്കി അങ്ങോട്ട്. ഇതൊട്ടാണോ കൊച്ചു സ്കൂളിൽ പോന്നെ? അപ്പടി അഴുക്കാം. തേച്ചപ്പോ ഉണ്ടാവില്ല, നീ കണ്ടിട്ടുണ്ടാവില്ല. നിനക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധയില്ലല്ലോ. ഇത് വിട്ടോണ്ട് കൊച്ചു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ടീച്ചർമാർ എന്തോ വിചാരിക്കില്ല? എവിടെയോ പോയി കഴുകിയ ഡ്രസ്സല്ലേ തങ്കം? നീ തേച്ചപ്പോ ഇത് കണ്ടില്ല എന്ന് പറഞ്ഞാൽ പോരെ? അല്ലെങ്കിൽ കഴുകിയപ്പോ അത് ശ്രദ്ധിച്ചില്ല, അത്രേ ഉള്ളൂ. കുട്ടികൾ അവിടെ വിട്ട് സ്കൂളിൽ പോകുമ്പോൾ ടീച്ചർമാർ പറയും നന്നയ്ക്കും നല്ലക്ക് ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ ഇങ്ങനെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാണ്. സോറി, ഞാൻ വേറെ മാറ്റി കൊടുക്കും. ഒരു സോറി പറയുമ്പോൾ ഇതൊക്കെ അങ്ങ് തീരും. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരാളിന്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ആൾക്കാർ അളക്കുന്നത് അവന്റെ വേഷവിധാനത്തിലാണ്. ഇപ്പൊ ഞാൻ തന്നെ വെള്ളയൊക്കെ ഇട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആൾക്കാർ നോക്കിയിട്ട് എന്താ പറയണേ? ഓ അയാളെ കണ്ടോ, ഒരു സൽസ്വഭാവിയാ, ഒരു മാന്യനാ, സമൂഹത്തിൽ ഏതോ ഒരു ഉന്നത നിലയിലുള്ള ഒരാളാ, ഒരു പ്രമുഖനാ എന്നൊക്കെ അവർ എന്തോ വസ്ത്രവിധാനം കണ്ടിട്ടല്ലേ വിലയിരുത്തുന്നേ. അപ്പൊ അത് ഇങ്ങനെയൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ എന്താ അവളെ കൂട്ടുകാരികൾ കളിയാക്കില്ലേ? ഞാൻ മാറ്റി കൊടുക്കാന്ന്. മാറ്റി കൊടുക്ക്, പക്ഷെ ഇതൊക്കെ ശ്രദ്ധിക്കണം. നിസ്സാര കാര്യത്തിന് എന്നോട് ചീത്ത പറഞ്ഞു. ഇത് നിസ്സാര കാര്യമല്ല, നിനക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവില്ല. നീ ഇപ്പൊ മാറ്റി കൊടുത്താ പ്രശ്നം തീരുമോ? മാറ്റി കൊടുത്താ തീരും, അതങ്ങ് ചെയ്യ്. നമ്മളിതൊക്കെ ശ്രദ്ധിക്കണ്ടേടി. തേച്ച് വെച്ചേക്കണോ? ഇതാണോ? എന്ത് ഗൗരവമുള്ള വിഷയങ്ങളാണ് ഇവർക്കില്ല. ഞാനേ ഇത് പറഞ്ഞ വേറൊന്നും കൊണ്ടല്ല, ഇത് നമ്മൾക്ക് നമ്മുടെ വിലയും നിലയാണ് അവിടെ ഇല്ലാതാകണേ. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇത് ശ്രദ്ധിക്കണ്ടേ? എപ്പോഴും അതെ ക്ലീറ്റോ എന്നെ ഓരോ കാര്യത്തിന് വെറുതെ. ഞാൻ വഴക്ക് പറഞ്ഞതല്ല, ഇനി ഇതുപോലെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. വിഷമായ കുറച്ച്. എന്തിന്? ഞാൻ നിന്റെ കെട്ടിയതല്ലോടി, ഞാനല്ലേ പറഞ്ഞ. അതിനത്രയ്ക്ക് അങ്ങോട്ട് വിഷമിക്കണോ? ഞാൻ ചായ എടുത്തരാം, കുളിച്ചാ പോയി. നീ ചായ കുടിച്ചോ? അങ്ങനെയാണെങ്കിലേ ഇന്ന് ഞാനൊരു സ്ട്രോങ് ചായ നിനക്കും കൂടെ വേണ്ടി എടുക്കാം. വേണ്ട, ഇല്ല ഞാൻ എടുത്തിട്ട് വരാം. കുളിച്ചോ? ഞാൻ കുളിക്കാം, ചായ എടുത്തിട്ടേ കുടിക്കണുള്ളൂ. എന്നിട്ട് അങ്ങനെ വേണം നമ്മൾ ആണുങ്ങളോട് പെരുമാറാൻ. അല്ലാതെ അവനൊന്ന് പറയുമ്പോൾ നീ 10 പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴക്കൊഴിഞ്ഞ സമയം ഉണ്ടാവൂല നമ്മുടെ കുടുംബത്ത്. കിട്ടിയോ? പിടി കിട്ടിയോ? അതുപോലെ അങ്ങ് പോയാൽ മതി. അപ്പൊ ഇനി തൊട്ട് ഇതുപോലെയൊക്കെ പെരുമാറിയ വഴക്കുണ്ടാവില്ലല്ലേ? എന്നും പറയാൻ പറ്റൂലടി നിങ്ങളുടെ കാര്യത്തില്. ക്ലീറ്റോന്റെ എന്തെങ്കിലും കാര്യം ഓക്കെ, ഞങ്ങൾ പ്രേമിച്ചല്ലേ കല്യാണം കഴിച്ചത്. നിങ്ങളോ? നിങ്ങൾ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. അപ്പൊ പ്രേമിച്ച് കെട്ടണമായിരുന്നു. പ്രേമിച്ചിട്ട് കല്യാണം കഴിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പരസ്പരം മനസ്സിലാക്കിയിട്ടാണ് അയാളുടെ ജീവിതത്തിലോട്ട് കടന്നിടുന്നത്. നിങ്ങളുടെ കാര്യത്തിലോ? നിന്നെ സംബന്ധിച്ച് കനകൻ പുതിയൊരാള്, ജമന്തി പുതിയൊരാള്. നിങ്ങളൊന്നും അറിയാതെ അങ്ങോട്ട് കല്യാണം കഴിച്ച് അങ്ങ് ജീവിക്കാൻ തുടങ്ങി. അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. മനസ്സിലായോ? അപ്പൊ ഞാൻ എന്നാ ഇനി പ്രേമിച്ച് കെട്ടാം. ആരെ? കനകേട്ടനെ തന്നെ. എന്തിനാ കല്യാണം കഴിക്കണേ? നീ ഇപ്പൊ കല്യാണം കഴിച്ചില്ലേ, ഇനി പ്രേമിച്ചാ മതിന്ന്. കല്യാണം കഴിഞ്ഞിട്ട് പ്രേമിക്കണം അഞ്ജന? അതില്ല. എന്റെ പൊന്നോ, ഇതിനകത്തുണ്ടല്ലോ ഇച്ചിരി കളിമണ്ണ് ഉണ്ടായിരുന്നെങ്കിൽ അവൻ അത് പറഞ്ഞ് സമാധാനിക്കായിരുന്നു. നിന്നെ ഇങ്ങനെ വിളിക്കാതിരിക്കും. ഇടി കനകനെ തന്നെ പ്രേമിച്ചാ മതിന്ന്. അതെങ്ങനെ? അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞ പോലെ ചെയ്യോ? അപ്പോ ഇന്നിപ്പോ അവൻ ഓഫീസിൽ നിന്ന് വരുമല്ലോ. അപ്പൊ ആദ്യം തന്നെ ഈ പുലികളി പോലത്തെ നൈറ്റ് ഇല്ലേ, ഇതങ്ങ് മാറ്റുക. എന്നിട്ട് അവന്റെ കണ്ണിൽ തറയ്ക്കാത്തൊരു നല്ല നൈറ്റ് എടുത്തിടുക.
ഇതെന്തായാലും ഇങ്ങനെയല്ലേ നീ അവനെ അങ്ങോട്ട് പറഞ്ഞു വിടാന്ന് വെച്ചത്? ഇങ്ങനെയൊക്കെയാണ് ഒരാണ് ഓഫീസിലോട്ട് പോകുമ്പോൾ നിൽക്കണേ. എങ്ങനെ അവന് നിന്റെ മുഖത്ത് നോക്കാൻ തോന്നുന്നു? അതുകൊണ്ടിട്ട് ഇനി എൻ്റെ പൊന്നു മോള് ആദ്യം ഒന്ന് ഈ മുടിയൊക്കെ ഒന്ന് വാരി കെട്ടി നല്ലൊരു ഉടുപ്പ് ഇട്ട് ഈ മുഖത്തതേ ഇങ്ങനെ ഒന്ന് ചിരിയും വരുത്തണം. ചിരിച്ച് കനകേട്ടനെ വാ എന്നും വിളിക്കണം. ഇവന് സാധാരണ പോലെ ഓഫീസിൽ ഫാനിൻ്റെ ചോട്ടിരുന്ന് കണക്ക് എഴുതണ പണിയല്ല അവന് പോസ്റ്റിൻ്റെ മണ്ടയിൽ വലിഞ്ഞു കയറണം. അത് ചെയ്യണം ഇത് ചെയ്യണം, വെയിലും മഴയൊക്കെ കൊള്ളണം. ആ ഈ ഒരു ജ്വരം നിന്റെ ഉള്ളിൽ വേണം. അപ്പോൾ അവനെ നല്ല പ്രേമത്തിൻ്റെ കണ്ണിൽ കൂടി നോക്കി അവൻ വരുമ്പോൾ സ്നേഹിച്ച് വിളിക്കണം. അപ്പം അവൻ നോക്കുമ്പോൾ ഇന്ന് ജമന്തി കൊള്ളാം. അപ്പം അവന് നിന്നോടൊരു പ്രേമൊക്കെ തോന്നി തുടങ്ങും. എന്നിട്ട് ഉടനെ എന്നെ അടുക്കളയിലോട്ട് അങ്ങോട്ട് പോവല്ല വേണ്ടത്. അവിടെ ഇരുന്ന് രണ്ടുപേരും കൂടി ഇച്ചിരി വർത്താനമൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് ഓഫീസിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് നിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം വർത്താനം പറഞ്ഞിരിക്കണം. അപ്പം എന്തുണ്ടാവും അവിടെ? പറങ്ങോടെ എന്തുണ്ടാവും? പ്രേമുണ്ടായി. ഒരു കുഴപ്പമില്ല. പിന്നെ നാണം അത് വേണം, ഞാനാ പറയണേ. അപ്പൊ ഇനി ഞാൻ പറഞ്ഞ പോലെ ചെയ്യൂലോ. ഇതിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കും? ഇതൊക്കെ കിട്ടി ചേച്ചി പറഞ്ഞ പോലെ നിക്കണം. അപ്പൊ ഞാൻ ഇനി പൊക്കോട്ടെ? ഇങ്ങനെ നിൽക്കും ഇനി അവൻ വരുമ്പോ? എങ്ങനെ നിൽക്കും? പോട്ടെ, കുറെ തുണി എഴുതാനുണ്ട്. അമ്മേ Alien versus Alien.